ത്രിയേക ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വീണ്ടും പ്രഭാതത്തിലേക്ക് അവർക്കും സ്വാഗതം. മർക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യം. പക്ഷപാതക്കാരനോട് നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറയുന്നതോ എഴുന്നേറ്റ് കിടക്കയെടുത്ത് നടക്കുക എന്ന് പറയുന്നതോ ഏതാകുന്നു എളുപ്പം എന്ന് ചോദിച്ചു. ന്യായശാസ്ത്രിമാരോടും പരീശന്മാരോടും യേശുമ്പുരാൻ ചോദിക്കുകയാണ്, ഈ 2 ചോദ്യങ്ങളിൽ ഏതാണ് എളുപ്പം? നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറയുന്നതാണോ, അതോ ആ പക്ഷപാതക്കാരനോട് നിന്റെ കിടക്കയെടുത്തുകൊണ്ട് നടക്കുക എന്ന് പറയുന്നത് ആണോ എളുപ്പം എന്ന് ചോദിക്കാം. നമുക്കറിയാം, ഈ വേദഭാഗം വളരെ സുപരിചിതമായൊരു വേദഭാഗമാണ്. കർത്താവ് കവർന്നഹൂമിലാണ്, അവിടെ പത്രോസിൻ്റെ ഭവനത്തിലാണ്. ആയിരങ്ങൾ തിങ്ങിക്കൂടിയിട്ടുണ്ട്. ഒരുപാട് പേര് യേശുവിൽ നിന്ന് സൗഖ്യം ലഭിക്കുവാനായിട്ട് വന്നവരുണ്ട്, യേശുവിൻ്റെ വചനം കേൾക്കുവാനായിട്ട് വന്നവരുണ്ട്. കഷ്ടതകളും പ്രയാസങ്ങളിൽ നിന്നും അല്പം ആശ്വാസം തേടി യേശുവിൻ്റെ വചനം കേട്ട് അതിൽ നിന്ന് ആശ്വാസം ലഭിക്കുവാനായിട്ട് വന്നവരുണ്ട്. യേശുവിനെ സ്വീകരിക്കാനായിട്ട് വന്നവരുണ്ട്, യേശുവിനെ തിരസ്കരിക്കുന്നവരുണ്ട്, യേശുവിനെ അവഗണിക്കുന്നവരുണ്ട്. യേശുവിൽ നിന്ന് എന്തെങ്കിലും തെറ്റുകൾ, ദൈവദൂഷണമോ അല്ലെങ്കിൽ മതനേതാക്കൾക്കെതിരെയോ അല്ലെങ്കിൽ രാജാവിനെതിരെ എന്തെങ്കിലും സംസാരിക്കുന്നത് കേട്ട് അതിൽ നിന്ന് പിടിച്ചെടുത്ത് യേശുവിനെ കുറ്റം വിധിക്കാനായിട്ട് വന്ന് നോക്കിക്കുന്ന സാധുക്കരിയും ശാസ്ത്രിമാരും പരീശന്മാരുമുണ്ട്. അതുപോലെ യേശുവിനെ സ്വീകരിക്കാൻ വന്നവരുണ്ട്. അങ്ങനെ പല ആൾക്കാരങ്ങനെ വരുമ്പോൾ യേശുവിനോട് തർക്കിക്കാൻ വരുന്നവരുണ്ട്. അങ്ങനെ ആയിരങ്ങൾ തടിച്ചുകൂടിയ ഒരു സ്ഥലത്ത് യേശുമ്പുരാൻ ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് ഒരു തളർവാദ രോഗിയെ അയാളുടെ സ്നേഹിതന്മാർ 4 സ്നേഹിതന്മാരാണോ ബന്ധുക്കളാണോ അവർ ചേർന്ന് യേശുമ്പുരാൻ്റെ അടുത്തേക്ക് കൊണ്ടുവരികയാണ് സൗഖ്യം ലഭിക്കാനായിട്ട്. പക്ഷെങ്കിൽ അവിടെ വരുമ്പോൾ വലിയ ജനക്കൂട്ടമായതുകൊണ്ട് ചെറിയ വാതിലാണ്, അതിലൂടെ കടക്കാൻ പറ്റാത്തതുകൊണ്ട് അവർ ഏത് സാഹസവും ചെയ്തും ഏത് ത്യാഗം സഹിച്ചും തങ്ങളുടെ സ്നേഹിതനെ സൗഖ്യമാക്കണമെന്ന് പറഞ്ഞ് ആഗ്രഹിച്ചിട്ട് അവരെ പുരമുകളിൽ കയറി എന്നാണ് പറയുന്നത്. പുരമുകളിൽ കയറി ആ പുരയുടെ ആ മുകൾ ഭാഗം ഇളക്കി ആ കട്ടിലോടെ ആ കിടക്കയോടുകൂടി തന്നെ യേശുവിൻ്റെ മുമ്പിൽ വെച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ തീർച്ചയായിട്ടും ആ വീട്ടുടയവൻ്റെ സമ്മതം കൂടെ കാണണം, അല്ലാതെ വീട് മുകളിൽ കയറി അത് ഇളക്കാനൊന്നും സമ്മതിക്കത്തില്ല. അപ്പം വീട്ടുടയവൻ്റെയും സമ്മതത്തോടു കൂടി, പത്രോസിൻ്റെയും സമ്മതത്തോടു കൂടി തന്നെ ആയിരിക്കണം അവിടെ ഇറക്കി വെച്ചത്. എന്തായാലും ആ സ്നേഹിതന്മാരുടെ ത്യാഗത്തെ നമുക്ക് അഭിനന്ദിക്കാം. അവരങ്ങനെ ഇറക്കി വെക്കുമ്പോൾ അവരുടെ വിശ്വാസം കണ്ടിട്ട് യേശുമ്പുരാൻ പറയുന്ന വാക്കാണ്, മകനെ നിൻ്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറയുന്നു. ഇത് കേട്ട് ഇത് വലിയൊരു പിടിവള്ളിയായി എടുക്കും. ദൈവദൂഷണം പറഞ്ഞിരിക്കുന്നു, യേശുമ്പുരാൻ ദൈവദൂഷണം പറഞ്ഞിരിക്കുന്നു. അതിൽ വലിയ സന്തോഷം കണ്ട്, കാരണം അത് വെച്ച് അവനെ കുറ്റം ആരോപിക്കുക, യേശുവിനെ കുറ്റം ആരോപിക്കുക. അതുകൊണ്ടാണ് ഈ പരീശന്മാരും സൗദിക്കരും ന്യായശാസ്ത്രന്മാരും പറയുന്നത്, യവൻ ഇങ്ങനെയാണ് ദൈവദൂഷണം പറയുന്നത്. ദൈവത്തിനല്ലാതെ പാപങ്ങളെ മോചിപ്പാൻ ആർക്കാണ് കഴിയുക? കാരണം ഈ രോഗങ്ങൾ പ്രയാസങ്ങളൊക്കെ വരുന്നത് പാപം മൂലമാണ്, ദൈവത്തിനെതിരായ ദൈവകോപം മൂലമാണെന്നൊരു വിശ്വാസം നിലനിർത്തി പോകുന്ന കാലം. യഹൂദന്മാരുടെ ആ വിശ്വാസം അങ്ങനെയാണ്. കുഷ്ഠരോഗം വരുന്നത്, തളർവാദം രോഗം വരുന്നത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള മാരകമായ രോഗങ്ങളൊക്കെ വരുന്നത് ആ ആളെന്തെങ്കിലും പാപം ചെയ്തിട്ടാണ്, അതിൽ ശാപഗ്രസ്തരാണെന്നൊരു വിശ്വാസമുണ്ട്. നമ്മുടെ ഇടയിൽ പോലും കുറേ വർഷങ്ങൾക്ക് മുമ്പ് വരെ ഇങ്ങനെ ഒരു ചിന്താഗതി ഉണ്ടായിരുന്നു. ആരെങ്കിലും തളർന്നാൽ, ആരെങ്കിലും മാരകമായ അസുഖം വന്നാൽ, ആർക്കെങ്കിലും കുഷ്ഠരോഗം വന്നാൽ അവൻ്റെ ശാപം കൊണ്ടാണ്, അവൻ പ്രാഗിയത് കൊണ്ടാണ്, അല്ലെ അവൻ്റെ അവൻ്റെ ചെയ്തികൾ കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞൊരു കാലം നമ്മുടെ ഇടയിലും ഉണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ അന്നത്തെ കാലത്ത് യഹൂദന്മാരുടെ പശ്ചാത്തലത്തിൽ ഇതിനെക്കാട്ടി കൂടുതലാണ്. അപ്പോൾ അവർ പറയുകയാണ്, ഇത് പാപം കൊണ്ടാണെന്ന് വിശ്വസിച്ചിരിക്കുന്ന ഒരു സമൂഹം. ആ സമൂഹത്തിലാണ്, അതുകൊണ്ടാണ് സൗഖ്യമാക്കുക പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നത് യേശുമ്പുരാൻ പറയുക. അപ്പോഴാണ് ഈ ന്യായശാസ്ത്രിമാരും പരീശന്മാരും പറയുന്നത്, ഇവൻ ആരാണ് പാപങ്ങളെ മോചിക്കാൻ? ഒരു സാധാരണ ഒരു തച്ചൻ്റെ മകൻ, അല്ലെങ്കിൽ പിതൃത്വത്തെ പോലും ചോദ്യം ചെയ്യപ്പെട്ടു വരുന്ന അവസ്ഥയിൽ ഈ മറിയയുടെ മകൻ, അല്ലെങ്കിൽ യൂദ, ശിമോൻ, യോസെ, അവരുടെ സാധാരണക്കാരുടെ മകൻ, അങ്ങനെ ഒരു സാധാരണക്കാരൻ പാവപ്പെട്ടവനായ പഠിത്തമൊന്നുമില്ലാത്ത, വിദ്യാഭ്യാസമൊന്നുമില്ലാത്ത, ശാസ്ത്രം പഠിക്കാത്ത, വേദപ്രമാണം പഠിക്കാത്ത ഇവൻ ആരാണ് പാപങ്ങളെ മോചിക്കാൻ? ദൈവത്തിന് മാത്രമേ പാപത്തെ മോചിക്കുവാൻ അധികാരമുള്ളൂ. കാരണം പാപം എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്നുള്ള അകൽച്ചയാണ്, ദൈവത്തോട് ചെയ്യുന്ന പാപമാണ്. അപ്പം അവരെ തന്നെ പോക്കുകയാണ്. ഞങ്ങൾ എത്രമാത്രം പഠിത്തമുള്ളവരാണ്, വേദം പ്രമാണമൊക്കെ അരച്ച് കലക്കി കുടിച്ചവരാണ്, ഞങ്ങളുടെ മുമ്പിലാണ് അവൻ വന്ന് പാപമോചനം ചെയ്തെന്നു, നിന്റെ പാപം മോചിച്ചു തന്നിരിക്കുന്നു പറയുന്നത്. ആ ഹൃദയവിചാരം അറിഞ്ഞുകൊണ്ടാണ് യേശുമ്പുരാൻ പറയുന്നത്, നിങ്ങൾ ഹൃദയത്തിൽ
ചിന്തിക്കുന്നത് എന്ത്, വിചാരിക്കുന്നത് എന്ത്. ഇവിടെ നമ്മുടെ ഹൃദയവിചാരങ്ങളെ അറിയുന്ന ഒരു ദൈവമാണ്. വേദപുസ്തകത്തിൽ പല ഭാഗത്തും പറയുന്നുണ്ട്, നമ്മുടെ ഹൃദയങ്ങളെ, മനുഷ്യൻ്റെ ഹൃദയത്തെ അറിയുന്ന, വായിച്ചെടുക്കുന്നതാണ് ദൈവം. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്, നീ നിൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ നിന്നെ ഞാൻ അറിഞ്ഞു, നിൻ്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരുന്നതിന് മുമ്പേ നിന്നെ ഞാൻ വിശുദ്ധീകരിച്ചിരിക്കുന്നു. അപ്പം നമ്മളെ മുന്നമേ അറിയുന്ന ഒരു ദൈവം. അതുകൊണ്ടാണ് വേദപുസ്തകത്തിൽ ഉടനീളം ഈ നമ്മളെ അറിയുന്ന ഒരു ദൈവം. നമ്മുടെ രഹസ്യഭാവങ്ങളെ പോലും, നമ്മൾ ഇരുട്ടറയിൽ ചെയ്യുന്ന ആരും കാണത്തില്ലെന്ന് പറയുന്ന രഹസ്യഭാവങ്ങൾ പോലും ദൈവം അറിയുന്നുണ്ടെന്ന് ആ സങ്കീർത്തനക്കാരൻ പറയുന്നത്. അപ്പം അങ്ങനെ ഉള്ള ദൈവം ഈശ്വരൻ ആ പരീക്ഷന്മാരുടെ മനോഗതി അനുസരിച്ച് നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്, എനിക്ക് പാപങ്ങളെ മോചിപ്പാൻ അധികാരമില്ലെന്നാണോ പറയുന്നത്? അപ്പോഴാണ് ഈ രണ്ട് ചോദ്യം ചോദിക്കുന്നത്, ഏതാണ് എളുപ്പം? നിൻ്റെ പാപങ്ങൾ മോചിച്ചു വന്നിരിക്കുന്നു എന്ന് പറയുന്നതാണോ എളുപ്പം, അതോ നിൻ്റെ കിടക്ക എടുത്തുകൊണ്ട് നടക്കുക എന്ന് പറയുന്നതാണോ എളുപ്പം? നമ്മളോട് തന്നെ ചോദിക്കുക, ഏതാണ് എളുപ്പം? തീർച്ചയായിട്ടും നിൻ്റെ പാപങ്ങൾ മോചിച്ചു വന്നിരിക്കുന്നു എന്ന് പറയുന്നത് അതാണ് എളുപ്പം. കാരണം ആർക്കും അത് മനസ്സിലാകത്തില്ല. ഇപ്പം എന്നോടൊരാൾ പറയുവാണ് നിൻ്റെ പാപങ്ങൾ മോചിച്ചു വന്നിരിക്കുന്നു പറയുന്നത്, എനിക്കും അറിയത്തില്ല എൻ്റെ പാപങ്ങൾ മോചിക്കപ്പെട്ടോ ഇല്ലയോ എന്ന്. ആ പറയുന്ന ആൾ പറയുവാണ് എൻ്റെ പാപം മോചിച്ചു വന്നിരിക്കുന്നു. അത് ആർക്കും തെളിയിക്കാൻ പറ്റത്തില്ല, മനുഷ്യന് തെളിയിക്കാൻ പറ്റാത്തൊരു കാര്യം. എന്നാൽ നിൻ്റെ കിടക്ക എടുത്തുകൊണ്ട് നടക്കുക എന്ന് പറയുന്ന ഒരു തെളിവാണ്. അതായത് അതിൻ്റെ അർത്ഥം പാപം മോചിച്ചുകൊണ്ടാണല്ലോ കിടക്ക എടുത്ത് നടക്കുന്ന അവൻ സൗഖ്യം വരുന്നത്. കാരണം പാപം കൊണ്ടാണ് ഈ രോഗം വന്നതാണെന്നുള്ള വിശ്വാസം. അപ്പോൾ അവിടെ പറയുകയാണ് നിൻ്റെ കിടക്ക എടുത്ത് നടക്കുക എന്ന് പറഞ്ഞാൽ, യേശുവമ്പുരാൻ പറഞ്ഞ് അങ്ങനെ നടക്കുവാണെങ്കിൽ, അങ്ങനെ തെളിയിക്കുവാണെങ്കിൽ അദ്ദേഹത്തിന് പാപങ്ങളെ മോചിക്കാൻ അധികാരമുണ്ടെന്നുള്ളതാണ്. ഒരുപക്ഷെ അവന് നടന്നില്ലെങ്കിൽ, ആ പക്ഷപാതക്കാരനോട് ഈശോമ്പുരാൻ പറയുകയാണ് നിൻ്റെ കിടക്കെടുത്ത് നടക്കുക എന്ന് പറയുമ്പോൾ നടന്നില്ലെങ്കിൽ കല്ലെറിയും, അത് അവന് അധികാരമില്ലെന്നാണ്. എന്നാൽ ഇന്നത്തെ കാലത്ത് നമുക്കറിയാം ഇതുപോലെ കുറേയേറെ അഭിനയം, അതായത് ഈ കുറേയേറെ ചില പ്രസ്ഥാനങ്ങളൊക്കെ നേരത്തെ മുൻകൂട്ടിയെ പ്ലാൻ ചെയ്തിരിക്കും. നീ പക്ഷപാതക്കാരനായിട്ട് കിടക്കണം, തളർവാദിയായിട്ട് കിടന്നിട്ട് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ആ പൈസ കൊടുത്തായിരിക്കും, സമ്പത്ത് കൊടുത്തായിരിക്കും, അല്ലെങ്കിൽ നേരത്തെ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായി ഇങ്ങനെ പറഞ്ഞിട്ട് പറയും, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നീ ചാടി എഴുന്നേക്കണം, ഇത്ര വർഷമായിട്ട് തളർവാദ രോഗിയായിരുന്നു, കൈ ഒടിഞ്ഞിരുന്നു, കാലൊടിഞ്ഞിരുന്നു, നിന്നെ അസൗഖ്യമാകുമെന്ന് പറയുമ്പോൾ ഇത് അങ്ങനത്തെ ഒരു അഭിനയമല്ല ഈശ്വരൻ്റെ അടുത്ത്. ആ 4 പേര് എല്ലാവരും കണ്ടതാണ്, വർഷങ്ങളായിട്ട് തളർവാദമാണ്, അങ്ങനെ ഉള്ള രോഗിയെ സൗഖ്യമാക്കുകയാണ്. യേശുവമ്പുരാൻ ശാസ്ത്രിമാരോടും പരിശീലനോടും ചോദിക്കുകയാണ്, എനിക്ക് ഇങ്ങനെ പക്ഷപാതത്തിനോട് പറയുകയാണ് നീ കിടക്കെടുത്ത് നടക്കുക എന്ന് പറയുമ്പോൾ അവൻ നടന്നാൽ പാപങ്ങളെ മോചിക്കാൻ എനിക്ക് അധികാരമുണ്ടെന്നാണ്, അങ്ങനെയെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്ന് ചോദിക്കുകയാണ് യേശുവമ്പുരാൻ. അപ്പം എന്നിട്ട് പറയുകയാണ്, അവരുടെ മറുപടി ഒന്നും കേൾക്കാതെ ഈശ്വരൻ പറയാണ്, മകനെ നിൻ്റെ പാപങ്ങളെ മോചിച്ചു തന്നിരിക്കുന്നു, കിടക്കെടുത്ത് നടക്കുക എന്ന് പറയുന്നു. അവരുടെ മുമ്പിൽ ഈ തളർവാദ രോഗി കിടക്കെടുത്തുകൊണ്ട് നടന്നു. അപ്പോൾ യേശുവമ്പുരാൻ ദൈവത്തിന് പാപങ്ങളെ മോചിപ്പാൻ അധികാരമുണ്ട്, പാപങ്ങളെ വഹിക്കുന്നവനാണ് ദൈവം, പാപങ്ങളെ മോചിക്കുന്നവനാണ് യേശുവമ്പുരാൻ എന്ന് തെളിയിക്കപ്പെടുകയാണ്. അപ്പോൾ അവിടെ ശാസ്ത്രിമാരും പരീശന്മാരും സാധുക്യരും ഒന്നും മിണ്ടുന്നതായിട്ട് കാണുന്നില്ല, ഒന്നും സ്കിപ്പായി കാണും, അവർക്ക് അവരുടെ അടഞ്ഞു പോയിരിക്കാം. അല്ലെങ്കിൽ അപ്പോൾ നല്ല സാധാരണക്കാരായ ആൾക്കാർ യേശുവിൻ്റെ ഈ അടയാളം കണ്ടിട്ട്, യേശുവിൻ്റെ അത്ഭുതപ്രവൃത്തി കണ്ടിട്ട് വിസ്മയിച്ചു എന്ന് പറയുന്നുണ്ട്, വിശ്വസിക്കുന്നുണ്ട്, സ്വീകരിക്കുന്നുണ്ട്. തർക്കിക്കുന്നവരും അല്ലെങ്കിൽ അവഗണിക്കുന്നവരും ഏത് കണ്ടാലും മനഃപൂർവ്വം കണ്ണടച്ചിരിക്കും. അതുകൊണ്ടാണ് യേശുവമ്പുരാൻ തന്നെ കണ്ണുണ്ടായിട്ടും കാണാത്തവരെന്ന് പറയുന്നത് അതാണ്. അപ്പോൾ ഇവിടെ യേശുവമ്പുരാൻ അദ്ദേഹത്തിൻ്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു, തളർവാദ രോഗി സൗഖ്യമായി എഴുന്നേറ്റ് പോയിരിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മളോടും യേശുവമ്പുരാൻ ചോദിക്കുന്ന ഇതാണ്, ഏതാണ് എളുപ്പം? പാപങ്ങളെ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറയുന്നതാണോ, ഇതാ എഴുന്നേറ്റ് നടക്കുക എന്ന് പറയുന്നതാണ്? നമ്മളോട് യേശുവമ്പുരാൻ നമ്മളോട് പറയുന്നത് എഴുന്നേറ്റ് നടക്കുക, അതിന് അധികാരമുള്ളതും അതിന് കഴിവുള്ളതുമാണ് നമ്മുടെ യേശുവമ്പുരാൻ. അതുകൊണ്ട് നമ്മൾ തളർന്നു നിൽക്കുന്ന അവസ്ഥയിലാണെങ്കിൽ, ഏത് പ്രയാസത്തിലും, അതായത് മാനസികമായി ശാരീരികമായി തളർന്നിരിക്കുന്ന അവസ്ഥയിലാണെങ്കിൽ യേശുവമ്പുരാൻ്റെ അടുക്കിലേക്ക് പോവുക. അവൻ പറയുന്നുണ്ട് എഴുന്നേറ്റ് നടക്കുക, കിടക്കെടുത്ത് നടക്കുക, നിൻ്റെ ഏതെല്ലാം നിൻ്റെ പ്രയാസങ്ങളാണോ ആ പ്രയാസങ്ങൾ തന്നെ എടുത്തുകൊണ്ട് ആൾക്കാർ കാണുക നടക്കണം, എൻ്റെ ദൈവം തമ്പുരാനെ സൗഖ്യമാക്കി എൻ്റെ എല്ലാ പ്രശ്നങ്ങളും മാറ്റിയിരിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മൾ നടക്കുവാൻ കഴിയണം. അത് നമ്മുടെ അയൽവക്കക്കാരെ, ബന്ധുമിത്രാദികൾ ആരെങ്കിലും ഏതെങ്കിലും അപവാദ പ്രചരണത്തിൽ, ഏതെങ്കിലും കുറ്റാരോപണത്തിൽ നമ്മളെ തളർത്തുന്നതായിരിക്കാം, നമ്മളെ ഏതെങ്കിലും അനാവശ്യമായ ഏതെങ്കിലും അപവാദങ്ങൾ പറഞ്ഞ്
നമ്മളെ തളർത്തുന്നതായിരിക്കാം. അവിടെയൊക്കെ യേശു തമ്പുരാൻ പറയാണ്, എഴുന്നേറ്റ് നീ കിടക്ക് എടുത്ത് നടക്കുക, നീ എഴുന്നേറ്റ് നടക്കുക, എൻ്റെ അടുത്തേക്ക് പോകാമെന്ന് പറയുന്നത്. നമുക്ക് ഇതുപോലെ ആത്മീയമായ അന്ധകാരത്തിരിക്കുന്നവർ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വരാൻ പറ്റാത്ത അനേകരുണ്ട്. ആ 4 ആളെ പോലെ, ആ നല്ല സ്നേഹിതന്മാരെ പോലെ ഏത് ത്യാഗം സഹിച്ചും ദൈവത്തിന് വേണ്ടി അവരുടെ മുമ്പിലേക്ക്, ദൈവത്തമ്പുരാൻ്റെ മുമ്പിലേക്ക് അങ്ങനെയുള്ള ആൾക്കാരെ കൊണ്ടുവരുമ്പോൾ നമുക്കും നമ്മുടെ വിശ്വാസം കണ്ടിട്ട് ആ ദൈവത്തമ്പുരാൻ അവരെ സൗഖ്യമാക്കും. അതുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി മധ്യസ്ഥയാണെങ്കിൽ മറ്റുള്ളവരെ കൂടെ ദൈവത്തമ്പിലേക്ക് അടുപ്പിക്കുവാൻ ബാധ്യത ഉണ്ടെന്ന സന്ദേശം കൂടി ഇവിടെ ദൈവത്തമ്പുരാൻ നമുക്ക് തരികയാണ്. അതുകൊണ്ട് നമുക്ക് കരണീയമായിട്ടുള്ളത് ദൈവത്തിൻ്റെ, നമ്മൾ തളർന്നിരിക്കുന്ന അവസ്ഥയിലാണെങ്കിലും ഏത് പ്രയാസത്തിൻ്റെ അവസ്ഥയിലാണെങ്കിലും നമുക്ക് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വരാം. അങ്ങനെ ഉള്ളവരെ കൂടി ദൈവത്തിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരാം. ദൈവത്തിൻ്റെ നല്ല സ്വരം കേൾക്കാം. വാത്സല്യമാനെ എഴുന്നേറ്റ് കിടക്കെടുത്ത് നടക്കുക. ആ വിളി കേൾക്കുവാനും ആ സ്വരം കേൾക്കുവാനും ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.